Meet the editors. ഓപ്പറേഷൻ സിന്ദൂർ രണ്ടാം ഘട്ടത്തിന് തുടക്കമായോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഉണ്ണി ബാലകൃഷ്ണനുണ്ട്, ആന്റോ വെക്കേഷനുണ്ട്, സുജയ പാർവതിയുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ ഇന്നത്തെ ബ്രീഫിംഗിൽ വളരെ വ്യക്തമായി നമ്മുടെ പദ്ധതിയെക്കുറിച്ച് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഞങ്ങളുടെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതുവരെ നമ്മൾ നേരിട്ടിരുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിൽ പാകിസ്ഥാൻ വളർത്തിയെടുത്ത ഭീകര പ്രസ്ഥാനങ്ങളെയാണ്. നമ്മൾ തകർത്തത് ജെയ്ഷെ മുഹമ്മദിൻ്റെ, ലഷ്കർ ഇ തോയ്ബയുടെ, ഹിസ്ബുൾ മുജാഹിദീൻ്റെ കേന്ദ്രങ്ങളെയാണ്, പരിശീലന കേന്ദ്രങ്ങളെയാണ്, ടെറർ നഴ്സറികളെയാണ്. എന്നാൽ ഇന്നിപ്പോൾ പാകിസ്ഥാൻ മിലിറ്ററി എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചത് നമ്മളുടെ 15 സിറ്റികളിലെ മിലിറ്ററി കേന്ദ്രങ്ങളെയാണ്. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് രാജ്നാഥ് സിംഗ് പറയുന്നതിന് ഒരു കാരണം. നമ്പർ 2, പൂഞ്ച് സെക്ടറിലും രജൌറിയിലും പൂഞ്ചിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ ഔദ്യോഗികമായി വന്നത് 16 59 പേർക്ക് പരിക്ക്. അപ്പോൾ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് രാജ്നാഥ് സിംഗ് പറയുന്നതിന് ഒരു കൃത്യമായ കാര്യമുണ്ടല്ലോ. നമ്മൾ ഇതുവരെയും അതിർത്തി കടന്നുപോയി ഒരു പട്ടാളക്കാരനെയും വധിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ തിരിച്ചടി ഇങ്ങനെ തുടർന്നാൽ നമ്മൾ എത്ര കാലം കാത്തിരിക്കുമെന്നൊരു ചോദ്യമുണ്ട്. കാര്യങ്ങൾ യുദ്ധസമാനമായൊരു സാഹചര്യത്തിൽ നീങ്ങുകയല്ലേ? യുദ്ധസമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്ന് മാത്രവുമല്ല, ക്ഷമ പരീക്ഷിക്കരുത് എന്ന് രാജ്നാഥ് സിംഗിൻ്റെ ഇന്നത്തെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശക്തമായ താക്കീതാണ് പാകിസ്ഥാന് നൽകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഇന്ത്യൻ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരെയാണ് പാകിസ്ഥാൻ സേന കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ ഈ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുള്ളത്. നമ്മൾ അവിടെ നിരപരാധികളായ നിഷ്കളങ്കരായ ഒരു മനുഷ്യരെയും ഒരു സിവിലിയനെയും ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. മിലിറ്ററി ബേസുകൾ അറ്റാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു മെച്യൂർ ഡെമോക്രസി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാ യുദ്ധ മര്യാദകളും പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എസ്കലേറ്റ് ചെയ്തിട്ടില്ല. ഇന്ന് വളരെ വ്യക്തമായിട്ട് വിക്രം മിശ്രി പറയുന്നുണ്ട്, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ എസ്കലേഷൻ സംഭവിച്ചപ്പോഴാണ് ഏപ്രിൽ 22-ാം തീയതിയാണ്. ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിൽ നിങ്ങൾ 26 മനുഷ്യരുടെ ജീവൻ എടുത്തതാണ് യഥാർത്ഥത്തിലുള്ള എസ്കലേഷൻ. ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് ചെയ്യണമല്ലോ ഇന്ത്യ. കാരണം ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യയിലെ ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ പ്രാഥമികവും പ്രഥമവുമായ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് നമുക്ക് 3 സേനാ വിഭാഗങ്ങളുള്ളത്. അപ്പോൾ നിശ്ചയമായും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യതപ്പെട്ടൊരു സർക്കാരിന് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുമ്പിൽ കയ്യും കെട്ടി നിശബ്ദരായി നിൽക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് നമ്മൾ വളരെ കൃത്യമായ ചില ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടല്ലേ. ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ്? ഇപ്പോൾ വിദേശ വാർത്താ ഏജൻസികളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ 9 പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്നാണ്. ഇന്ത്യ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യ ഒരു ആക്രമണം മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് ലാഹോറിലെ വ്യോമ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ആക്രമണമാണ്. എന്നാൽ റാവൽപിണ്ടി എന്ന് പറയുന്നത് എന്താണ്? ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആസ്ഥാനം നിലകൊള്ളുന്ന സ്ഥലമാണ് റാവൽപിണ്ടി എന്ന് പറയുന്നത്. ആ റാവൽപിണ്ടിയിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം തകർന്നിട്ടുണ്ട്. റാവൽപിണ്ടിയിൽ മാത്രമല്ലല്ലോ, കറാച്ചിയിലും ലാഹോറിലും ഒക്കെ ഇന്ന് ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഡ്രോൺ അറ്റാക്കുകളെല്ലാം തന്നെ ഇന്ത്യ ആസൂത്രണം ചെയ്തതാണെന്ന് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മിലിറ്ററി വക്താവാണ്. അദ്ദേഹം പറഞ്ഞത് 25ഓളം ഡ്രോണുകളാണ് പാകിസ്ഥാൻ്റെ ആകാശത്ത് പറന്ന് നടന്ന് ഈ ആക്രമണം വിതച്ചത്. ഞങ്ങൾ 25 ഡ്രോണുകളെയും ഷോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആ ഡ്രോണുകളെല്ലാം ഇസ്രായേലി നിർമ്മിതമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് 9 പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ച് 100ഓളം ഭീകരരെ കൊന്നു എന്ന് വെളിപ്പെടുത്തിയത് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് തന്നെയാണ്. ഒരു സിവിലിയനെ പോലും നമ്മൾ കൊന്നിട്ടില്ല. നമ്മൾ ഇതുവരെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സർവകക്ഷി സമ്മേളനത്തിൽ വളരെ വ്യക്തമായി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യൻ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നോക്കൂ, 100-ലേറെ ടെററിസ്റ്റുകളെയാണ് ഇന്ത്യ ഈ 9 ടെറർ ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്യുന്ന വഴി ഇല്ലാതാക്കിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ അബ്ദുൾ റൌഫ് അസറിൻ്റെ കൊലപാതകമാണ്. അതൊരു ചെറിയ കാര്യമല്ല. ആരാണ് ഈ അബ്ദുൾ റൌഫ് അസർ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1999 ഡിസംബർ 24-ാം തീയതി ഇന്ത്യയിലേക്ക് വന്ന ഇന്ത്യൻ എയർലൈൻസിൻ്റെ IC 814 എന്ന് പറയുന്ന വിമാനം തട്ടിക്കൊണ്ടുപോയി. അത് ആ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് ഇന്ത്യ കടന്നുപോയ സംഘർഷഭരിതമായിട്ടുള്ള ആ ദിവസങ്ങളെക്കുറിച്ച് ഉത്തമമായ ബോധ്യമുണ്ട്. ഡിസംബർ 24 എന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്താ? 25 എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആണ്. ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി രാജ്യമെമ്പാടും ആഘോഷത്തിന് തയ്യാറെടുക്കുന്ന സമയത്താണ് IC 814 എന്ന് പറഞ്ഞ് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഒരു വിമാനം 5 അഫ്ഗാൻ താലിബാൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത്? ഏതാണ്ട് 4:20 പുറപ്പെട്ട വിമാനം 4:50 ആയപ്പോഴത്തേക്കും ഇന്ത്യയുടെ വ്യോമാതിർത്തിക്കുള്ളിലായി. ആ സമയത്താണ് ഒരാൾ തോക്കുമെടുത്തുകൊണ്ട് കോക്പിറ്റിൽ പോയി പൈലറ്റുമാർക്ക് മുന്നിൽ ചൂണ്ടിക്കൊണ്ട് ഈ വിമാനം തട്ടിയെടുത്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. 4 പേർ അപ്പോൾ തന്നെ യാത്രക്കാരെ മുഴുവൻ ബന്ദികളാക്കുന്നു. അങ്ങനെ ഒരു വലിയ എന്താ പറയുക, ഒരു ബന്ദി നാടകം അവിടെ സംഭവിക്കുകയാണ്. നേരെ അത് വരേണ്ടത് ഡൽഹി എയർപോർട്ടിലേക്കാണ്. ഡൽഹി എയർപോർട്ടിലേക്ക് വരുന്നതിന് പകരം നേരെ IC 814 എന്ന് പറഞ്ഞ വിമാനം പോകുന്നത് എങ്ങോട്ടേക്കാണ്? അമൃത്സർ എയർപോർട്ടിലേക്കാണ്. അവിടെ ഇറങ്ങിയിട്ട് ഈ ഭീകരർ ആവശ്യപ്പെടുന്ന ഇന്ധനം നിറയ്ക്കണം എത്രയും പെട്ടെന്ന് എന്നാണ്. നമ്മൾ ഇന്ധനം നിറയ്ക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അത് ആംബുഷ് ചെയ്യാനും ശ്രമിച്ചു. NSG കമാൻഡോസ് എത്തി പെട്ടെന്ന് തന്നെ ആംബുഷ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പ് അവർ ഫ്ലൈറ്റ് എടുത്തിട്ട് ആ ഫ്ലൈറ്റ് നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ? ദുബായിലേക്കാണ്. ദുബായിൽ പോയിട്ട് ഇന്ധനം നിറയ്ക്കുന്നു. ഇന്ധനം നിറച്ചിട്ട് അവിടെ വെച്ച്
നമ്മുടെ ഒരാളെ, ഒരു ഇന്ത്യക്കാരനെ കുത്തിക്കൊല്ലുന്നു. രൂപൻ കട്യാൽ എന്നാണ് അയാളുടെ പേര്. 25 വയസ്സുള്ളൊരു ബിസിനസ്മാനാണ്. അയാളുടെ ഭാര്യ രചനയുമായിട്ട് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ഹണിമൂണിന് പോയതാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ. തിരിച്ചു വരുമ്പോഴാണ് ഈ ഹൈജാക്ക് നടക്കുന്നത്. അയാളെ കുത്തിക്കൊന്നു. എന്നിട്ട് നേരെ പോയത് എങ്ങോട്ടേക്കാണെന്നറിയോ? ഈ ഫ്ലൈറ്റ് ലാഹോറിലേക്ക് പോകുന്നു. പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് പോകുന്നു. ലാഹോറിൽ ഇറങ്ങുന്നു, ഇന്ധനം നിറയ്ക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അഫ്ഗാനിലെ കാൻഡഹാറിലേക്ക് പോകുന്നു. നമ്മൾ 5 ദിവസമാണ് ഈ പറയുന്ന ഉഭയകക്ഷി ചർച്ച നടത്തിയത്. അന്നും ഈ അജിത് ഡോവലാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത്. അജിത് ഡോവലും അതുപോലെ വിവേക് കാഡ്ജോ എന്ന് പറയുന്ന വിദേശകാര്യ സെക്രട്ടറിയുമാണ് ഈ പറയുന്ന അഫ്ഗാൻ തീവ്രവാദികളുമായി ചർച്ചകൾ നടത്തിയത്. ആ കാൻഡഹാർ ഓപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നറിയാവോ? മസൂദ് അസർ എന്ന് പറയുന്ന കൊടും ഭീകരനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഇന്ത്യൻ ജയിലിലാണ് മസൂദ് അസർ. എവിടെയാണ്? എനിക്ക് തോന്നുന്നു ശ്രീനഗറിലെ ജയിലിലായിരുന്നു മസൂദ് അസർ. മസൂദ് അസറിനെ 5 വർഷമായി ഇന്ത്യയിൽ തടവിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ മസൂദ് അസർ എന്ന് പറയുന്ന ആൾ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനാണ്. അദ്ദേഹം ഇന്ത്യയിൽ പല ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ പിടിക്കപ്പെട്ടത്. ഇന്ത്യയിൽ പിടിക്കപ്പെട്ട് ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന സമയത്താണ് മസൂദ് അസറിന്റെ അനിയൻ അബ്ദുൾ റൌഫ് അസർ എന്ന് പറയുന്ന ഇന്നത്തെ സുപ്രീം കമാൻഡർ ഓഫ് ജെയ്ഷെ മുഹമ്മദ്, ആ സുപ്രീം കമാൻഡറായിട്ടുള്ള ഈ പറയുന്ന അഷ്റഫ് റൌഫാണ് അന്ന് ഈ പറയുന്ന കാൻഡഹാർ ഹൈജാക്ക് പ്ലാൻ ചെയ്യുന്നതും നടപ്പാക്കുന്നതും. 1999 ഡിസംബർ 31 രാത്രിയിൽ നമ്മൾ ആ ഫ്ലൈറ്റുമായിട്ട് തിരിച്ചു വന്നു. അന്ന് ജസ്വന്ത് സിംഗ് ആണ് വിദേശകാര്യമന്ത്രി. NDA ആണ് ഭരിക്കുന്നത്, വാജ്പേയി ആണ് പ്രധാനമന്ത്രി. ജസ്വന്ത് സിംഗ് ആണ് കേട്ടോ ഈ 3 കൊടും ഭീകരരുമായിട്ട് അഫ്ഗാനിലെ കാൻഡഹാറിലേക്ക് പോയിട്ട് അവരെ കൊടുത്തുകൊണ്ട് ഈ 176 ഇന്ത്യൻ പാസഞ്ചേഴ്സുമായിട്ട് ആ വിമാനം തിരിച്ചു കൊണ്ടുവരുന്നത്. ആ വിമാനം നേരെ വരുന്നത് പാലം വിമാനത്താവളത്തിലാണ്. ഞാനത് അർദ്ധരാത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് ന്യൂ ഇയർ ഈവാണ് എന്നാലോചിക്കണം. ഒരു ന്യൂ ഇയർ ഈവാണ്. ആ ന്യൂ ഇയർ ഈവിൽ രാജ്യം ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ 176 മനുഷ്യർക്ക് എന്ത് സംഭവിക്കുമെന്നറിയില്ല. ആ വിമാനത്താവളത്തിൽ എൻ്റെ കണ്ണിൽ നിന്ന് പറഞ്ഞു പോകില്ല. കാരണം വെച്ചാൽ ആ വിമാനത്താവളത്തിൽ ചുറ്റുമായിട്ട് ഈ 176 പേരുടെ ബന്ധുക്കൾ വരികയാണ്. ഓരോരുത്തരും ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ ഒരു വിശ്വാസമാണ്. ഇത് വെച്ചാൽ ഇവരൊക്കെ തിരിച്ചു വരുമോ എന്നുള്ള ആ ഒരു ആകാംക്ഷയാണ്. ആ രീതിയിലാണ് ആ ഫ്ലൈറ്റ് വന്നിറങ്ങിയത്. അന്ന് ഏതാണ്ട് 10 മണിയോടുകൂടി പാലം വിമാനത്തിൽ ആ ഫ്ലൈറ്റ് ഇറങ്ങി എല്ലാവരും തിരിച്ചുപോയി. അങ്ങനെയാണ് ഇന്ത്യ 2000 എന്ന് പറയുന്ന മില്ലേനിയത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. 2000-ലെ ആ രാത്രി എന്ന് പറയുന്ന ഇന്ത്യക്ക് മറക്കാൻ പറ്റില്ല. അത് അത്ര ഭീകരമായ ഒരു രാത്രിയാക്കി മാറ്റിയത് ഈ പറയുന്ന അബ്ദുൾ റൌഫ് അസർ എന്ന് പറയുന്ന മസൂദ് അസറിൻ്റെ അനിയനാണ്. മസൂദ് അസറിന് വേണ്ടിയിട്ടാണ് അയാൾ ചെയ്തത്. 26 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു. കാരണം നോക്കൂ, നമ്മൾ പല സമയത്തും പാകിസ്ഥാന് നൽകിയിട്ടുള്ള വാർണിംഗ് എന്താണ്? ഈ ഭീകരരെ പിടിച്ച് കൈമാറണം എന്നാണ്. നമ്മൾ കൃത്യമായ മെച്യൂർ ഡെമോക്രസിയാണെന്ന്. ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ കൺട്രിയാണ്. ഇന്ത്യ ഒരിക്കലും ഒരു അരാജകത്വത്തിനും പോകുന്ന രാജ്യമല്ല. നേരിട്ട് അങ്ങോട്ട് കയറി ഒരു രാജ്യത്തെ ആക്രമിച്ച് കളയാം, അവിടുത്തെ നിഷ്കളങ്കരായ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ കൊന്നു കളയാം, അങ്ങനെ ഒരു രാജ്യത്തെ ഇല്ലാതാക്കി കളയാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പദ്ധതിയല്ല. ആ ഇന്ത്യ പല തവണ പാകിസ്ഥാൻ നേതൃത്വത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് മസൂദ് അസറിനെ തിരിച്ചു കിട്ടണം, നിങ്ങൾ അറസ്റ്റ് ചെയ്ത് മസൂദ് അസറിനെ കൈമാറണം, അബ്ദുൾ റൌഫിനെ കൈമാറണം, ഹഫീസ് സയ്യിദിനെ കൈമാറണം. 1 ഇഞ്ച് പോലും അനങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇവർക്കെല്ലാം വേണ്ട സുരക്ഷ, എല്ലാ തരത്തിലുള്ള സുരക്ഷയും നൽകി. ഗ്ലോബൽ ടെററിസ്റ്റ് ആണ് കേട്ടോ. മസൂദ് അസറിനെ ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന് പ്രഖ്യാപിച്ചാരാന്നറിയോ? ഐക്യരാഷ്ട്ര സംഘടനയാണ്. ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരാൾ സുഖകരമായിട്ട് അവിടെ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പം പാകിസ്ഥാന്റെ മണ്ണിൽ ഒരു ഭീകര സംഘടനയില്ല, പാകിസ്ഥാന്റെ മണ്ണിൽ ഒരു ഭീകരവാദിയുമില്ല എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഇന്ന് വിദേശകാര്യ സെക്രട്ടറി ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, അബോട്ടാബാദിൽ ഒരാളെ കൊന്നല്ലോ അമേരിക്ക വന്നിട്ട്. ആരായിരുന്നു ഈ അബോട്ടാബാദിൽ കൊല്ലപ്പെട്ടയാൾ? ആരായിരുന്നു? ഒസാമ ബിൻ ലാഡനാണ്. ആ ഒസാമ ബിൻ ലാഡന് അഭയം കൊടുത്ത രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ടെറിട്ടറി എന്ന് പറയുന്നത് ഈ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ സുഗമമായി നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല ഈ ഭീകരെല്ലാം നിലനിൽക്കുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കുകയേ നിർവാഹമുള്ളൂ. ഇത്തരത്തിലുള്ള ഭീകരന്മാരെ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലെ പഹൽഗാം ഇനിയും ആവർത്തിക്കും. ഇന്ത്യയിൽ ഇതുപോലെ മുംബൈ അറ്റാക്കുകൾ ഉണ്ടാകും. ഇന്ത്യൻ പാർലമെന്റ് പോലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അത്തരമൊരു സ്ഥിതിയിലേക്ക് ഇനി രാജ്യം പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായൊരു നടപടിയിലേക്ക് പോകുന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് റിറ്റാലിയേഷനാണ് കേട്ടോ. ഈ പറയുന്ന 16 മനുഷ്യരെ എന്താണ് അവരുടെ കയ്യിലുള്ളത്? അവർ ഒരു സഞ്ചിയുമായി കമ്പോളത്തിലേക്ക് പോയി അരി വാങ്ങിക്കാൻ പോകുമ്പോഴാണ് കൊല്ലുന്നത്, വെടിവെച്ച് കൊല്ലുന്നത് എന്ന് മാത്രമല്ല എത്ര വീടുകളാണ് തീവച്ചത്. ഈ പറയുന്ന ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, അതുപോലെ പഞ്ചാബ്, ഇത്രയും വിശാലമായ അതിർത്തിയാണ്. ഈ വിശാലമായ അതിർത്തി മുഴുവൻ ഫെൻസ് ചെയ്ത് മതിൽ കെട്ടിയൊന്നും നിൽക്കാൻ ഒരു രാജ്യത്ത് കഴിയില്ല. അവിടെയൊക്കെ പൂർണ്ണമായും സൈന്യത്തെ വിന്യസിക്കാൻ കഴിയില്ല. അപ്പം സൈന്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി സാധാരണക്കാരായ മനുഷ്യരെ എയിം ചെയ്ത് വെടിവെച്ച് കൊന്നാൽ തിരിച്ചടിച്ചേ പറ്റൂ. തിരിച്ചടിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലാഹോറിലെ വ്യോമ കേന്ദ്രത്തെ നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ അത് ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്തത്. അതുമാത്രമല്ലോ, ഇന്നിപ്പോൾ പഞ്ചാബിൻ്റെ അതിർത്തിയായിട്ടുള്ള അമൃത്സറിലേക്ക് എയിം ചെയ്തുകൊണ്ട് മിസൈൽ ആക്രമണം നടത്താൻ ശ്രമിച്ചില്ലേ പാകിസ്ഥാൻ? എന്താണ് ഈ അമൃത്സറിൻ്റെ പ്രത്യേകത? അമൃത്സർ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗണാണ്, വലിയൊരു പട്ടണമാണ്. എത്ര മനുഷ്യരവിടെ മരിക്കും ഒരു മിസൈൽ വീണാൽ? അപ്പോൾ അത് മരിക്കുന്ന ആരാണ്? സൈനികരൊന്നും അല്ല. സൈനികർ മനുഷ്യരാണ്. പക്ഷേ സൈനികർക്ക് അവരുടേതായിട്ടുള്ള ഡിറ്ററൻസ് ഉണ്ട്. ഈ സാധാരണക്കാരായിട്ട് റോഡിലൂടെ പോകുന്ന മനുഷ്യർക്ക് എന്ത് ഡിറ്ററൻസ് ആവുള്ളത്? അവർക്കൊന്നും ബുള്ളറ്റ് പ്രൂഫും ഇല്ല, അവരൊന്നും ഒരു സെക്യൂരിറ്റിയിലും അല്ല ജീവിക്കുന്നത്. അവരെ എയിം ചെയ്തുകൊണ്ട് ഈ പറയുന്ന നീക്കം നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തിരിച്ചടിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ല, ഇന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നതും നമ്മുടെ സൈനിക മേധാവികൾ പറഞ്ഞിരിക്കുന്നതും തുടരും. ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടരും. നിങ്ങൾ ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ വീണ്ടും വീണ്ടും ഈ ആക്രമണം തുടരുക തന്നെ ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ മൂവെല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആണ്,
പ്രിസൈസ് ആണ്, മെഷേർഡ് ആണ്, കൺട്രോൾഡ് ആണ്. ഒരു സംശയവും വേണ്ട. ഇന്ത്യ ഈ യുദ്ധത്തിൽ വലിയൊരു മുന്നേറ്റം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ആത്മവിശ്വാസം തകർന്നൊരു പാകിസ്ഥാനാണ്. ഈ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് നാട്ടിൽ പറയുന്ന പോലുള്ള അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വം നിർണായകമായൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇത് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവസാനിപ്പിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാനായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, പാകിസ്ഥാന് യുദ്ധ നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. രണ്ട്, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സ്വരുക്കൂട്ടിയ ഇന്ത്യയുടെ ആയുധങ്ങളുടെ പോർമുനകളുടെ കരുത്ത് പാകിസ്ഥാൻ അറിഞ്ഞ ദിവസമാണ്. ഐ അപ്രീഷിയേറ്റ് വൺസ് അഗെയിൻ യൂണിയൻ ഗവൺമെൻറ്. ഈ സർക്കാരിനെ ഒരിക്കൽ കൂടി എനിക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പടക്കോപ്പുകളിൽ ഏറ്റവും മാരകമായ പടക്കോപ്പുകളാണ് ഇന്ന് പാകിസ്ഥാനു നേരെ പ്രയോഗിച്ചത്. എനിക്ക് അഭിമാനമുണ്ട് ഒരർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്നതിൽ. കാരണം നമ്മൾ അയൺ ഡോമിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അയൺ ഡോം എന്ന് പറയുന്നത് ഇസ്രായേലിൽ പലസ്തീൻ്റെ ആക്രമണത്തെ, ഹമാസിൻ്റെ ആക്രമണങ്ങളെ നേരിടാൻ ഇസ്രായേലിലെ പൗരന്മാരെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി ഇസ്രായേൽ സ്വരുക്കൂട്ടിയ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഏരിയൽ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം. അയൺ ഡോം പോലെ ഒരു സംവിധാനം ഇന്ത്യക്ക് ഒരിക്കലും വാങ്ങാൻ കഴിയില്ല. കാരണം ഇന്ത്യയുടെ ടെറിട്ടറി ഇസ്രായേലിനെ അപേക്ഷിച്ച് എത്രത്തോളം വലുതാണ്. പക്ഷേ ഇന്ന് നമ്മൾ തെളിയിച്ചൊരു കാര്യമുണ്ട്. നോക്കൂ, നമ്മൾ ഇന്നിവിടെ സംസാരിച്ചു നിൽക്കുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. താങ്ക്സ് ടു S-400 മിസൈൽസ്. നോക്കൂ, S-400 മിസൈൽസിനെ നമ്മൾ പറയുന്ന പേര് സുദർശൻ ചക്ര എന്നാണ്. ഇസ്രായേലിനൊരു അയൺ ഡോം ഉണ്ടെങ്കിൽ ഇന്ത്യക്കൊരു സുദർശൻ ചക്രയുണ്ട്. ഈ സുദർശൻ ചക്ര ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ് ഉണ്ണി ബാലകൃഷ്ണൻ. ഒരു സിസ്റ്റത്തിന് 7000 കോടിയാണ്. 5 സിസ്റ്റമാണ് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചത്. അന്ന് ഒരുപാട് പേർ ചോദിക്കുന്നു, ഇത്രയും എക്സ്പെൻസീവായ മിലിറ്ററി ഗാഡ്ജറ്റ് നിങ്ങൾ വാങ്ങണോ? നമ്മുടെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ കൂടുതലല്ലേ ബഡ്ജറ്റിൽ? അന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞത് നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ബഡ്ജറ്റിംഗ് ആണ് മിലിറ്ററിയിൽ ഉൾപ്പെടുത്തുന്നത്. നോക്കൂ, ഇന്ന് 35,000 കോടി കൊടുത്ത് ഇന്ത്യയുടെ 5 പ്രധാനപ്പെട്ട S-400 മിസൈൽ സിസ്റ്റത്തിന് ഇന്ത്യ റഷ്യയിൽ നിന്ന് പർച്ചേസ് ഓർഡർ കൊടുത്തു. 3 എത്തി. അതിലൊന്നാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് എന്ത് നേട്ടം? ഇന്ത്യയിലെ 15 എണ്ണം പറഞ്ഞ കേന്ദ്രങ്ങളിൽ, സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് പാകിസ്ഥാൻ മാരകശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളും അയച്ചത്. ആ 15 ഇടങ്ങളിൽ ഒരു 3 വീണ് പൊട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ചർച്ച ഇന്ന് ഇങ്ങനെ ആകുമായിരുന്നു. ഒരിടത്ത് വീണ ഇങ്ങനെ ആകുമായിരുന്നു. നമ്മൾ പലപ്പോഴും മിലിറ്ററി കേന്ദ്രങ്ങൾ, ഒരു മിലിറ്ററി കേന്ദ്രം ഉറിയെ ആക്രമിക്കുന്ന സമയത്തൊരു വലിയ വാർത്തയാവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, 15ഓളം ഉറിക്ക് സമാനമായ ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നു. നോക്കൂ, അതോടുകൂടി ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുറയിൽ തകരില്ലേ? മാത്രമല്ല അതിനുശേഷം നടക്കാൻ പോകുന്ന ഒരു ടോട്ടൽ വാറിലേക്ക് കാര്യങ്ങൾ പോവില്ലേ? ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന 2 കാര്യത്തിലാണ്. ഒന്ന്, ഇന്ത്യയിലെ സൈനിക വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ചെറുക്കാൻ ആവശ്യമായ ഒരു സുരക്ഷാ സംവിധാനം നമുക്കുണ്ട്. ഇസ്രായേലിന് അയൺ ഡോം എങ്ങനെയോ അതേപോലെ S-400 എന്ന സുദർശൻ ചക്രം മിസൈൽ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. അത് എക്സ്പെൻസീവാണ്, സമ്മതിക്കുന്നു. പക്ഷേ അതില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ നിമിഷം ഇങ്ങനെയൊരു ചർച്ച ഇവിടെ നിന്ന് ചെയ്യുമായിരുന്നില്ല. അമൃത്സറിൽ അത് വീഴുമായിരുന്നു. അത് എവിടം മുതൽ എവിടം വരെയാണെന്ന് ആലോചിച്ച് നോക്കണം. അവന്തിപുര മുതൽ അങ്ങ് കാശ്മീരിൽ അവന്തിപുര മുതൽ ഇങ്ങനെ ഗുജറാത്തിലെ ഭുജ് വരെ നീണ്ടു നിൽക്കുന്ന 15 മിലിറ്ററി കേന്ദ്രങ്ങളിലാണ് പാകിസ്ഥാൻ്റെ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം വെച്ചത്. അതിൽ ഒരിടത്ത് വീണ് പൊട്ടിയിരുന്നെങ്കിൽ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ നമ്മളുടെ ചർച്ച ഇന്ന് ഇതാകുമായിരുന്നില്ല. നമ്മൾ ലോകരാജ്യങ്ങളുടെ മുന്നിൽ സൈനിക ശേഷിയെ കുറിച്ച് പറഞ്ഞ് നമ്മൾ തല താഴ്ത്തി നിൽക്കുമായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊരു പ്രൈഡിൻ്റെ വിഷയമാണ്. എന്നെ സംബന്ധിച്ച് അതല്ല വിഷയം. രണ്ടാമത്തേതാണ് വിഷയം. നമ്മൾ ഉറപ്പായിട്ടും അതൊരു എസ്കലേഷനിലേക്ക് പോകും. കാര്യം ഇന്ത്യൻ മിലിറ്ററി ക്യാമ്പിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു പൊതു ഡിമാൻഡ് ഉയരും. ആ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാറിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകും. എങ്ങനെയാണ് ഡിറ്ററൻറ്റ് എന്നുള്ളത് നമുക്ക് ഗുണകരമാവുക എന്ന വാക്ക്, ആ വാക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിറ്ററൻറ്റ് എന്ന വാക്ക് ഇന്ത്യ എപ്പോഴും, പ്രതിരോധ മന്ത്രാലയം എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ്. നമ്മൾ സ്വീകരിച്ചു വരുന്നതും അതാണ്. ശരിയാണ്, ഒരു ഒഫൻസീവ് ഡിറ്ററൻസ് ആണ് നമുക്ക് പാകിസ്ഥാനെതിരെയുള്ളത്. അങ്ങനെ തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മൾ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ചെയ്തത്. അതുകൊണ്ടാണ് 9 ഇടങ്ങളിൽ പോയി നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ക്രൂയിസ് മിസൈൽ, സ്കാൾപ്പ് മിസൈൽ ഉപയോഗിച്ച് നമ്മൾ ആക്രമണം നടത്തിയത്. ഈ എണ്ണം പറഞ്ഞ ആയുധങ്ങളുടെ പർച്ചേസിനെ, അതാണ് ഞാൻ സർക്കാരിനെ അഭിനന്ദിക്കണം എന്ന് പറയുന്നത്. സ്കാൾപ്പ് മിസൈലുകൾ എന്ത് പ്രിസിഷൻ ടാർജറ്റിംഗ് ആയിരുന്നെന്ന് അറിയാമോ ആന്റോ അഗസ്റ്റിൻ? എവിടെയാണ് പോയി വീണത്? മുരിഡ്കയിലെ ഈ ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോയി വീഴുമ്പോൾ കൃത്യമായ ട്രെയിനിങ് സെൻറ്ററിൻ്റെ മിനാരങ്ങളുടെ പുറത്ത് പോയി വീഴാണ്. ഒരു കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല അവിടെ, ഒരു സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല. എല്ലാം ആ ട്രെയിനിങ് കേന്ദ്രത്തിനുള്ളിലുള്ള ടെററിസ്റ്റുകളുടെ മാത്രമാണ് മരണം സംഭവിച്ചിരിക്കുന്നതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രിസിഷൻ ആണ്. വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആയ
ഒരു സ്ഥലത്ത് പാകിസ്ഥാന് സങ്കല്പിക്കാൻ കഴിയില്ല. സ്കാൾപ്പ് മിസൈൽ, അതേപോലെ ഹാമർ ബോംബ് സിസ്റ്റം. നമ്മൾ സാധാരണ ബോംബും മിസൈലും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ബോംബിനകത്ത് ഒരു എഞ്ചിൻ ഉണ്ടാവില്ല, ബട്ട് മിസൈൽ ഹാസ് എൻ എഞ്ചിൻ. മിസൈലിൻ്റെ എഞ്ചിൻ ഉണ്ടാവും, അതിന് കൃത്യമായ ദൂരം 200 കിലോമീറ്ററും 300 കിലോമീറ്ററും 400 കിലോമീറ്ററും പ്രിസിഷൻ ഗൈഡഡ് ആയിട്ട് അതിന് പോകാൻ സാധിക്കും. ബോംബുകൾക്ക് അത് സാധിക്കില്ല. പാകിസ്ഥാനുള്ള മിസൈലുകൾക്ക് ശരിയാണ്, പാകിസ്ഥാൻ 200-300 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഗസ്നിയും ഈ പറയുന്ന ഫാത്തേ സീരീസിൽപ്പെട്ട ഒരുപാട് മിസൈൽ സിസ്റ്റം ഉണ്ട്. പക്ഷേ നമ്മളുടേത് ഹൈലി പ്രിസിഷൻ ടാർജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്രൂയിസ് മിസൈലുകളാണ്. ആ മിസൈലുകൾ, ഹാമർ സ്മാർട്ട് ബോംബുകൾ, ബ്രഹ്മോസിനെ പോലെയുള്ള മിസൈലുകൾ, റാഫേലിനെ പോലെയുള്ള പോർ വിമാനങ്ങൾ തീർന്നില്ല. നമ്മളുടെ പ്രതിരോധം ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഡെഡ്ലിയായ ഒരു വെപ്പൺ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അത് ഇസ്രായേലിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഹാർപ്പി ഡ്രോണുകളാണ്. ഹാർപ്പി ഡ്രോണുകൾ എന്ന് പറയുന്നത് മറ്റു ഡ്രോണുകളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് 9 മണിക്കൂർ എൻഡുറൻസ് ഉള്ള, രാവും പകലും നിങ്ങൾക്ക് ശത്രു രാജ്യത്തിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി അതിനെ തകർക്കാൻ ശേഷിയുള്ള ഹാർറോപ്പ് മിസൈലുകളാണ് ഇസ്രായേലിൽ നമ്മൾ പർച്ചേസ് ചെയ്ത. കിങ് ഓഫ് ബാറ്റിൽ ഫീൽഡ് എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ്റെ കയ്യിൽ എന്താ ഇതിന് പകരമായിട്ടുള്ളതെന്ന് അറിയാമോ? ചൈനയിൽ നമ്മൾ ചൈനയെ കുറിച്ച് സാധാരണ പറയുന്ന പോലെയാണ്, കുന്നംകുളം വാക്യം നമ്മൾ പറയുന്നത്. ചൈനയുടെ കാര്യം പറയാം. ചൈന പ്രോഡക്റ്റ് ആണ്. അവർ ഉപയോഗിച്ചിരിക്കുന്ന സിസ്റ്റം HQ-9 എന്ന് പറയുന്ന ഒരു ഏരിയൽ ഡിഫൻസ് സിസ്റ്റമാണ്. ഈ ഹാർപ്പി മിസൈലിൻ്റെ ആദ്യ പ്രയോഗത്തിൽ തകർന്നു പോയത് ലാഹോറിലെ ഈ എയർ ഷീൽഡാണ്, അഥവാ ലാഹോറിലെ ഈ ഏരിയൽ ഡിഫൻസ് സിസ്റ്റമാണ്. അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ബാറ്ററി തകർന്ന് തരിപ്പണമായി. ഇന്നിപ്പോൾ ലാഹോറിൽ നിന്ന് മുഴുവൻ അമേരിക്കൻ പൗരന്മാരും സ്ഥലം വിട്ടോളാൻ അമേരിക്ക ഡയറക്ഷൻ കൊടുത്ത് എന്തുകൊണ്ടാണെന്നറിയോ? ലാഹോറിലെ പാകിസ്ഥാൻ്റെ ഏരിയൽ ഡിഫൻസ് സിസ്റ്റം തകർന്ന് തരിപ്പണമായി. ഒരൊറ്റ ഡ്രോൺ, ഹാർപ്പി ഡ്രോൺ, നമ്മൾ ഹാരോപ്പ് എന്നാണ് അതിന് പറയുക, ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് സാധിച്ചത് എന്നുള്ളതാണ്. അൺമാൻഡ്, ഒരു കാഷ്വാലിറ്റി പിന്നീട് ഭാഗത്തില്ല. അത് അൺമാൻഡായ ഇത്രയും ദൂരം പോയി ആക്രമണം നടത്താൻ കഴിയുന്നതാണ്. തീർന്നില്ല. മോദിയുടെ പേരിലുള്ള ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ, അത് ആക്രമിക്കുമെന്ന് നിർദ്ദേശം കൊടുത്തു. പറഞ്ഞു തീർന്നില്ല. റാവൽപിണ്ടിയിലെ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് ഇന്ത്യയിലെ ഹാരോപ്പ് ഡ്രോണുകൾ പതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഹാരോപ്പ് ഡ്രോണുകളാണെങ്കിലും ശരി, ഇന്ത്യയുടെ ഏരിയൽ ഡിഫൻസ് സിസ്റ്റമായ S-400 സിസ്റ്റം ആണെങ്കിലും ശരി, റഫാലിൽ വഹിക്കാൻ കഴിയുന്ന സ്കാൾപ്പ് ക്രൂയിസ് മിസൈലുകളാണെങ്കിലും ശരി, ഹാമർ സ്മാർട്ട് ബോംബുകളാണെങ്കിലും ശരി, നമ്മളൊക്കെ സാധാരണ എപ്പോഴും പറയാറുണ്ടല്ലോ, ക്ലസ്റ്റർ ബോംബുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ക്രൂയിസ് മിസൈലുകളെ കുറിച്ച്, സ്കഡ് മിസൈലുകളെ കുറിച്ചൊക്കെ ഇറാഖിൻ്റെ കാലത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ വലിയ ചർച്ചാ വിഷയമായിരുന്നു. സ്കഡ് മിസൈലുകൾ വരുന്നു അല്ലേ ഇറാഖിൻ്റെ സമയത്തൊക്കെ. ഇന്ന് നമ്മൾ പറയേണ്ടത് ഇന്ത്യയുടെ വെപ്പൺട്രിയിലുള്ള ഈ മെഷീനെ കുറിച്ചാണ്. പകരം എന്താണ് പാകിസ്ഥാനുള്ളത്? പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ച സാധാരണ 15 മിസൈലുകളെയും നമ്മൾ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം നിർവീര്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിലാണ് ഇന്ത്യയുടെ മിലിറ്ററിയുടെ ശേഷിയെ നമ്മൾ ഒരിക്കൽ കൂടി ഈ ഘട്ടത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അത് വാറിനെതിരെയുള്ളൊരു പ്രതിരോധം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡിറ്ററൻറ്റ് എന്ന വാക്ക് പറയുന്നത്. ആയുധങ്ങൾ തന്നെ ഉപയോഗിച്ച് നമ്മൾ ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഡിറ്ററൻസ് കാണിക്കുന്നു എന്നുള്ളതാണ്. അതിന് പാകിസ്ഥാൻ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രാജ്യമാണ്. ഒരു റോക്ക് സ്റ്റേറ്റാണ് പാകിസ്ഥാൻ എന്നുള്ളത് എത്ര തവണ തെളിയിച്ചതാ. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളോട് പാകിസ്ഥാൻ പലതവണ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നല്ലോ, ചൈന അതിനെ പിന്താങ്ങിയില്ലേ? ഇതേപോലെ എത്ര സ്വതന്ത്ര അന്വേഷണം പാകിസ്ഥാൻ ഉത്തരവിട്ടിട്ടുണ്ട്? ഏതെങ്കിലും ഒരു അന്വേഷണം സ്വതന്ത്രമായി നടത്തിയോ? നമ്മൾ എത്ര തവണയായി ആവശ്യപ്പെട്ടതാണ് ഹഫീസ് സെയ്ദിൻ്റെ കാര്യം? എന്തെങ്കിലും തീരുമാനം ഉണ്ടായോ? അങ്ങ് പറഞ്ഞതുപോലെ ഈ കാണ്ഡഹാറിലെ വിമാനം റാഞ്ചിക്കൊണ്ട് പോയിട്ട് മസൂദ് അസറിനെ മോചിപ്പിക്കാൻ ശ്രമിച്ചത് ഇതേ പാകിസ്ഥാൻ്റെ തന്നെ നാട്ടിൽ നട്ടുവളർത്തി ലഷ്കർ-ഇ-തോയ്ബയുടെ തീവ്രവാദിയല്ലേ? അയാളെയല്ലേ നമ്മളിപ്പോൾ വധിച്ചിരിക്കുന്നത്? അസറിനെയല്ലേ വധിച്ചിരിക്കുന്നത്? എന്നു പറഞ്ഞാൽ പാകിസ്ഥാൻ പറഞ്ഞ വാക്ക് പാലിക്കാത്ത, ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുള്ളയാളാണ്. ഞാനൊരു പേര് പറയാം, ഷക്കീർ-ഉർ-റഹ്മാൻ ലഖ്വി എന്നാണ് പേര്. ലഷ്കർ-ഇ-തോയ്ബയുടെ കമാൻഡറാണ്. ലഷ്കർ-ഇ-തോയ്ബയുടെ കമാൻഡറെ ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചതാ. NIA തലയ്ക്ക് വിലയിട്ട മനുഷ്യനാണ്. ഇയാളെ എവിടെയാണ് പാർപ്പിച്ചതെന്നറിയാമോ? അഡിലാല ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ തിഹാർ ജയിൽ പോലുള്ള ജയിലാണെന്നാണ് പറയുന്നത്. എന്നിട്ട് പാകിസ്ഥാൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ഇയാളെ നമ്മൾ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നു, റിഗറസ് ഇംപ്രിസൺമെൻറ്റിന് ശിക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അഡിലാല ജയിലിൽ ഇപ്പോൾ അടുത്തു വന്ന വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം സുജയോട് പറയുമായിരുന്നു. ഈ ഷക്കീർ-ഉർ-റഹ്മാൻ ലഖ്വിയുടെ ഭാര്യ പ്രസവിച്ചു. എങ്ങനെയാണ് സംഭവം? മാസത്തിൽ 10 ദിവസം ഭാര്യയ്ക്ക് അദിലാൽ ജയിലിൽ ഭാര്യയോടൊപ്പം ഹണിമൂൺ ആഘോഷിക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തു ഈ പറയുന്ന പാകിസ്ഥാൻ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗസ്റ്റാണ്. പുറത്തു വരുന്ന വിവരം എന്താ? തീവ്രവാദിയായ അയാളെ ജയിലിൽ അടച്ചിരിക്കുന്നു എന്നുള്ള. ഇതേ കാര്യം തന്നെയാണ് മസൂദ് അസറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് തഹാവൂർ റാണയുടെ കാര്യത്തിൽ സംഭവിച്ചത്. പറഞ്ഞ വാക്കിന് പുല്ലുവില കൽപ്പിക്കുന്ന രാജ്യമാണ്, ഒരു റോഫ് സ്റ്റേറ്റാണ്, മര്യാദകെട്ട ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് പോവുകയല്ല, യുദ്ധത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു ഡിറ്ററൻസ് നമ്മളുടെ ആയുധ
ആയുധശേഷി ഉപയോഗിച്ച് നമ്മൾ നടത്തുന്നു. അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതുകൊണ്ടാണ് പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞ വാക്കുകൾ, നമ്മളുടെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുത്. നമ്മളിപ്പോഴും സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല, അറ്റാക്ക് ചെയ്യുകയുമല്ല. അതൊരിക്കലും ഇന്ത്യയുടെ തന്ത്രവുമല്ല. പാകിസ്ഥാന്റെ മിലിറ്ററി പോസ്റ്റുകളിലേക്ക് പോലും നമ്മൾ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ജമ്മുവിൽ കംപ്ലീറ്റ് ബ്ലാക്കൌട്ടാണ്. ജമ്മു എയർ സ്ട്രിപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് പാകിസ്ഥാന്റെ ഇപ്പോൾ മെഷീൻ ഗൺസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയിരിക്കുകയാണ്. ജമ്മു എയർ സ്ട്രിപ്പാണ് ലക്ഷ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദിൽ പാലോഡിനെയും നോബലിനെയും നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ആദിൽ പാലോഡിലേക്കും നോബലിലേക്കും പോകാവുന്നതാണ്. Meet the editors.